ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പദ്ധതികളെ കുറിച്ചിട്ടാണ്. എന്തിനാണ് ഓരോ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നത്? സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും മുന്നിലേക്ക് കൊണ്ടുവരാനും നാടിൻ്റെ വികസനത്തിനും വേണ്ടിയാണ് നമ്മൾ ഓരോരോ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഓരോരോ പദ്ധതികൾ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിപ്പം സംസ്ഥാന സർക്കാരാണെങ്കിലും അതല്ല കേന്ദ്ര സർക്കാരാണെങ്കിലും എന്ത് ചെയ്യും? വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ച് തീർച്ചയായിട്ടും PSC പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 2023-24 കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സിൽ നേരത്തെ നമ്മൾ പദ്ധതികളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ 1-2 സ്കീമുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി അതിനെ ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്നേഹധാര എന്ന പദ്ധതി. സ്നേഹധാര. അപ്പം 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് ആയുർവേദത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഈ സ്നേഹ എന്ന് തുടങ്ങുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. സ്നേഹ സാന്ത്വനം, സ്നേഹ സ്പർശം, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പദ്ധതിയാണ് സ്നേഹധാര എന്ന പദ്ധതി. ഇനി ഇന്ത്യയുടെ പൊതു പ്രക്ഷേപണ സ്ഥാപനമായ പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ്. ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബൈൻഡ് എന്ന് പറയും. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് എന്നത് പ്രസാർ ഭാരതിയുടെ ഇന്ത്യയുടെ പൊതു പ്രക്ഷേപണ സ്ഥാപനമായ പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പദ്ധതിയാണ് വിദ്യാഭ്യാസത്തിനായി സഹർഷ് എന്ന പ്രത്യേക പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്രിപുരയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് സഹർഷ് എന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതി ഏത് സ്റ്റേറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരയാണെന്ന് ഓർത്തിരിക്കുക. രണ്ടും ചോദിക്കാം. സഹർഷ് എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് ചോദിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച സ്റ്റേറ്റ് ഏതാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ത്രിപുരയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് സഹർഷ് എന്ന പദ്ധതി. ഓക്കെ, ഇനി വിദൂരവും ദുർഘടവുമായ സ്ഥലങ്ങളിലുള്ള പട്ടികവർഗ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന പട്ടികജാതി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കി വന്നിരുന്ന ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് വിദ്യാവാഹിനി എന്നാണ്. വിദ്യാവാഹിനി എന്നാണ്. അപ്പോൾ സ്കൂളുമായിട്ട് ഒരുപാട് ദൂരെയുള്ള അല്ലെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? സ്കൂളിൽ എത്തിക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗോത്രസാരഥി എന്ന പദ്ധതി. അപ്പൊ ഈ പദ്ധതിയുടെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാവാഹിനി എന്നാണ് ഈ പദ്ധതിയുടെ പുതിയ പേര്. അപ്പം ഇത് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന പട്ടികജാതി വകുപ്പും അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം വിദൂരവും ദുർഘടവുമായ സ്ഥലങ്ങളിലുള്ള പട്ടികവർഗ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന പട്ടികജാതി വകുപ്പും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയായിരുന്നു ഗോത്രസാരഥി എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ പുതിയ പേരാണ് ഇത് വിദ്യാവാഹിനി എന്നറിയപ്പെടുന്നത്. വിദ്യാവാഹിനി. ഇനി വാഹനാപകടങ്ങൾ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് ഇത് ലൈൻ ട്രാഫിക് എന്നത്. ലൈൻ ട്രാഫിക് എന്നതുള്ള ഒരു ബോധവൽക്കരണ പദ്ധതിയാണ്. അതായത് വാഹനാപകടങ്ങൾ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിതമായ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന എന്താണ് ബോധവൽക്കരണ പദ്ധതിയാണ് ലൈൻ ട്രാഫിക് എന്ന പദ്ധതി. ലൈൻ ട്രാഫിക് എന്ന പദ്ധതി. ഇനി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷ്ടി എന്ന പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മിഷ്ടി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അതായത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, മാൻഗ്രൂവ് ഫോറസ്റ്റിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2023-24 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത് മിഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷ്ടിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ
ഇൻകംസ് എന്നതാണ് എന്ത് നമ്മുടെ മിഷ്ടിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് മാൻഗ്രൂവ്, എം ഫോർ മാൻഗ്രൂവ്, ഇനിഷ്യേറ്റീവ് ഐ, ഫോർ ഷോർ ലൈൻ എന്നുള്ളത് എസ്, എച്ച് ഹാബിറ്റാറ്റ്സ്, ടാഞ്ചിബിൾ ഇൻകംസ് എന്നുള്ളത് ടി ഐ. അപ്പം മിഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഗ്രൂവ് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. മിഷ്ടി ഫോർ മാൻഗ്രൂവ് എന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഷ്ടി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് ഇന്ത്യ വൈദ്യസഹായം നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി പദ്ധതി. ആരോഗ്യ മൈത്രി പദ്ധതി അതായത് പ്രകൃതി ദുരന്തങ്ങൾ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാതെ മാനുഷിക പ്രതിസന്ധികളോ ഉണ്ടാകുന്ന സമയത്ത് അവിടേക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഇത് ആരോഗ്യ മൈത്രി പദ്ധതി. ആരോഗ്യ മൈത്രി പദ്ധതി. ഇവിടെ നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഐ വുഡ് നൗ ലൈക്ക് ടു അനൗൺസ് എ ന്യൂ ആരോഗ്യ മൈത്രി പ്രോജക്ട്. Under this project, India will provide essential medical supplies to any developing country affected by natural disasters or humanitarian crisis. അതായത് പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മാനുഷിക പ്രതിസന്ധിയോ കൊണ്ട് ബുദ്ധിമുട്ടിലായ നമ്മുടെ രാജ്യങ്ങൾക്ക് അല്ലെ അയൽ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ വൈദ്യസഹായം നൽകും. ഈ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. വികസ്വര രാജ്യങ്ങൾക്ക് നൽകുന്ന വൈദ്യസഹായ പദ്ധതിയാണ് ഇത് ആരോഗ്യ മൈത്രി പദ്ധതി. ഇനി എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് നേർക്കാഴ്ച. എല്ലാവർക്കും നേത്രാരോഗ്യം, പ്രായഭേദമന്യേ എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന കൺസെപ്റ്റോടുകൂടി കേരള സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നേർക്കാഴ്ച എന്ന പദ്ധതി. നേർക്കാഴ്ച. ഇനി സൗജന്യ നേത്ര പരിശോധനയും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഏത് നേർക്കാഴ്ച എന്ന പദ്ധതി. അപ്പൊ എല്ലാവർക്കും കാഴ്ച എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. സൗജന്യ നേത്രപരിശോധന നടത്തും, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കണ്ണടകളും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന പദ്ധതി. ഇനി അംഗനവാടി ജീവനക്കാർക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസ് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്കണം എന്നതാണ്. അങ്കണം ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ചിലപ്പം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏതെന്ന് ചോദിച്ചിട്ട് ഇത് ചോദിക്കുവാണെങ്കിൽ അങ്കണം ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ അംഗൻവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. പേര് അങ്കണം. അംഗൻവാടി ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് അങ്കണം എന്ന് പറയുന്നത്. ഇനി തണ്ണീർത്തടങ്ങൾ, ജൈവ വൈവിധ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമൃത് ധരോഹർ. അമൃത് ധരോഹർ എന്ന പദ്ധതി. അമൃത് ധരോഹർ ഗവൺമെന്റ് സ്കീം ഫോർ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ. തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ഏതെന്ന് പറയുന്നത് അമൃത് ധരോഹർ എന്ന പദ്ധതി. മിഷ്ടിയോ, മിഷ്ടി മാൻഗ്രൂവ് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടൽക്കാടുകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അപ്പൊ തണ്ണീർത്തടങ്ങൾ, ജൈവ വൈവിധ്യം എന്നിവ മെച്ചപ്പെടുത്താൻ, ബയോഡൈവേഴ്സിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അമൃത് ധരോഹർ പദ്ധതിയാണ്. അമൃത് ധരോഹർ പദ്ധതി. ഇനി 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള കേരള സർക്കാർ സമഗ്ര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉന്നതിയാണ്. ഉന്നതി. അപ്പൊ 2023 ഉദ്ഘാടനം ചെയ്ത് 2023 മാർച്ചിലാണ് ഈ സ്കീമിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള സമഗ്ര പദ്ധതിയാണ്. സമഗ്ര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഉന്നതി എന്ന പദ്ധതി. ഇനി സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മാതൃ ശിശുമരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന പദ്ധതിയാണ് ഊരുമിത്രം. ഊരുമിത്രം പദ്ധതി. അപ്പോ സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിനായിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന പദ്ധതിയാണ് ഊരുമിത്രം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കൃഷിക്ക് ഉപയോഗിക്കാത്ത ഭൂമിയിൽ എന്ത് ചെയ്യുക, കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ സ്കീമാണ് ഹരിതരശ്മി എന്ന പദ്ധതി. ഹരിതരശ്മി. പട്ടികവർഗക്കാരുടെ കൈവശമുണ്ട്, ഉപയോഗിക്കുന്നില്ല ഇപ്പൊ കൃഷിക്ക്, എന്നാൽ അത് കൃഷിക്ക് ഉപയോഗിക്കാം എന്ന രീതിയിൽ തുടങ്ങിയ സ്കീമാണ് ഇത് നമ്മുടെ ഹരിതരശ്മി എന്ന പദ്ധതി. അപ്പൊ ഹരിതരശ്മി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി എന്ന് പറയുന്നത്. പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കൃഷിക്ക് ഉപയോഗിക്കാത്ത സ്ഥലങ്ങള് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇത്
ഹരിതരശ്മി പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, തീരപ്രദേശങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന പദ്ധതി. തീരം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? തീരപ്രദേശവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ തീരപ്രദേശത്തുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവതി യുവാക്കൾക്ക് എന്ത് ചെയ്യുക? തൊഴിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് തൊഴിൽ തീരം എന്ന പദ്ധതി. തൊഴിൽ തീരം എന്ന പദ്ധതി. ഇനി ചൂഷണത്തിന് വിധേയമായി അവിവാഹിത അവസ്ഥയിലെ അമ്മമാരായ വനിതകൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? അപ്പൊ ചൂഷണത്തിന് വിധേയമായി അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതി. ഏതൊക്കെ ഇതിന്റെ വകുപ്പിലാണ്? സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി എന്നുള്ളത്. ഇനി വനിതകൾക്കായിട്ട് കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പ്രത്യേക വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതി. തൊഴിലരങ്ങത്തേക്ക് എന്നുള്ള പദ്ധതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അത് കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പ്രത്യേക വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് തൊഴിലരങ്ങത്തേക്ക് എന്നുള്ള പദ്ധതി. തൊഴിലരങ്ങത്തേക്ക് വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് തൊഴിലരങ്ങത്തേക്ക് എന്നുള്ളത്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 5 വയസ്സ് വരെയുള്ള ബധിരരും മൂകരുമായ കുട്ടികൾക്ക് കേൾവിശക്തി ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. ശ്രുതി തരംഗം പദ്ധതി ഇത് നമ്മൾ നേരത്തെ പദ്ധതി പഠിച്ച സമയത്ത് പറഞ്ഞ പദ്ധതിയാണ്. അപ്പൊ 5 വയസ്സ് വരെയുള്ള ബധിരരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കേൾവിശക്തി ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ശ്രുതി തരംഗം എന്ന പദ്ധതി. ഇനി കിടപ്പ് രോഗികൾക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിച്ചു നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഏത്? ഒപ്പം എന്ന പദ്ധതി. ഒപ്പം. അപ്പൊ കിടപ്പ് രോഗികൾക്ക് റേഷൻ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷയിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഒപ്പം എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. നേരത്തെ നമ്മൾ ഒപ്പം പഠിച്ചിട്ടുണ്ട്. അത് ടെലി കൗൺസിലിംഗ് ആയിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പൊ അതും ഒപ്പമാണ്, ഇതും ഒപ്പമാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. കിടപ്പ് രോഗികൾക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ്? ഒപ്പം എന്ന് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പദ്ധതിയാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എൻ്റെ ഭൂമി എന്ന പദ്ധതി. എൻ്റെ ഭൂമി എന്ന പദ്ധതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പം അല്ലെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് വേറെ എന്തെങ്കിലും എൻ്റെ ഭൂമി എന്നുള്ള ഹരിതം അല്ലെങ്കിൽ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ വനവൽക്കരണം അങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ തരാൻ പറ്റുന്ന ഒരു പേരാണ്. പക്ഷെ ഇതൊന്നും അല്ല. ഇത് നമ്മുടെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് എൻ്റെ ഭൂമി എന്നുള്ളത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭൂമി, അതേപോലെ തന്നെ എല്ലാ ഭൂമിക്കും രേഖ, ഇനി എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. എൻ്റെ ഭൂമി എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ റെക്കോർഡ്സ്, നമ്മുടെ വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ഭൂമി എന്ന പദ്ധതി. ഇനി വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം പദ്ധതി. നവകിരണം പദ്ധതി. അതായത് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി കാറ്റഗറിയിൽ വരാത്ത കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നവകിരണം എന്ന പദ്ധതി. നവകിരണം, നവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയത് എന്നല്ലേ. അപ്പം പുതിയതായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് ഏത്? നവകിരണം പദ്ധതി. ഇനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് എന്ന ക്യാമ്പയിൻ. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ഏതെന്ന് പറയുന്നത് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് എന്ന ക്യാമ്പയിൻ. ഇനി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ,
തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആശാധാര എന്ന പദ്ധതിയാണ്. പേരും അതിന്റെ ഉദ്ദേശം തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആശാധാര എന്ന പദ്ധതി. ആശാധാര എന്ന പദ്ധതി ഈ 3 രോഗങ്ങളും മാറ്റുന്നതിനുള്ള അല്ലെ അതിന്റെ ചികിത്സയ്ക്കുള്ള പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഈ മുറ്റം പദ്ധതി. ഈ മുറ്റം പദ്ധതി. അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ഈ മുറ്റം എന്ന പദ്ധതി. ഇനി വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. അപ്പം വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി പ്രോഗ്രാം എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് ഓർത്തിരിക്കുക. ഇനി 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് PMPVTG എന്നതാണ്. PMPVTG അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നതാണ് PMPVTGയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നതാണ് PMPVTGയുടെ എക്സ്പാൻഷൻ. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് PMPVTG എന്ന പദ്ധതി. ഇനി അടുത്തത് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് മാരിവില്ല് എന്ന് പറയുന്ന പരിപാടി. അപ്പം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല് എന്ന് ഓർത്തിരിക്കുക. ഇനി വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത് സൗരജ്യോതി എന്ന പദ്ധതി. ഇത് ഓർത്തിരിക്കുക. ഇനിയിപ്പം വേറെ എന്തെങ്കിലും സൗര ചേർത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് തരാൻ പറ്റും. അപ്പം വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗരജ്യോതി പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. സൗരജ്യോതി പദ്ധതി. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തൊഴിൽ പരിശീലന പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാരിവില്ലാണ്. മഴവില്ല് ഓപ്ഷനിൽ കാണും. അതും ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പദ്ധതിയാണ്, പക്ഷെ ഇതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കർമ്മചാരി. കൊച്ചിയിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കർമ്മചാരി എന്ന പദ്ധതി. ഈ പദ്ധതി ആദ്യം നടപ്പാക്കിയത് കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ ഗതാഗത നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള പദ്ധതി. ഇനി മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രിയ ഹോം. അതായത് മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രിയ ഹോം എന്ന് പറയുന്ന പദ്ധതി. പ്രിയ ഹോം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പം മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാരുടെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രിയ ഹോം എന്ന പദ്ധതി. ഇനി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനന്യ മലയാളം അതിഥി മലയാളം എന്ന പദ്ധതി. അനന്യ മലയാളം അതിഥി മലയാളം എന്ന പദ്ധതി നമ്മുടെ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അനന്യ മലയാളം അതിഥി മലയാളം. അപ്പൊ ഇതിനകത്ത് തന്നെ അതിഥി എന്നുണ്ട്. അപ്പൊ അതിഥി തൊഴിലാളിയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിഥി മലയാളം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് മലയാളം പഠിപ്പിക്കുന്ന ആ ഒരു പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി ഓഡിയോ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ ശബ്ദ പുസ്തക ലൈബ്രറി തയ്യാറാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി പാഠം പദ്ധതി. അപ്പൊ കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, കേട്ട് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ശ്രുതി പാഠം പദ്ധതി എന്ന് ഓർത്തിരിക്കുക.
ഇനി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികളിലെ ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനുമായി കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി. നേർവഴി എന്ന പദ്ധതി. അപ്പൊ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികളിലെ ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനുമായി കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നേർവഴി എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇത് വിമുക്തിയുടെ അണ്ടറിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ 2023 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച വനിതകൾക്കുള്ള ലഘു സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വനിതകൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ലഘു സമ്പാദ്യ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പദ്ധതി. ഇനി രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കിലെ കുറവ് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പൊ രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കിലെ കുറവ് പരിഹരിക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന പദ്ധതി. അത് എന്താണ്? പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കുറവ് പരിഹരിക്കാനായിട്ട്. അതായത് ആദ്യ പ്രസവത്തിന് മാത്രമല്ല, രണ്ടാമത്തെ കുട്ടി പെൺകുഞ്ഞാണെങ്കിൽ കൂടി ഇനി 5000 രൂപ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ ധനസഹായം ലഭിക്കുന്ന പദ്ധതി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതി. ഇനി തൊഴിൽ സംസ്കാരം വളർത്തുന്നതിനും തൊഴിൽ ശേഷി, ഉൽപാദനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. മിഷൻ കർമ്മയോഗി. അപ്പൊ തൊഴിൽ സംസ്കാരം വളർത്തുന്നതിനും തൊഴിൽ ശേഷി, ഉൽപാദനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മിഷൻ കർമ്മയോഗി എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളും സജ്ജമാക്കുന്ന പുതിയ പദ്ധതിയാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന പദ്ധതി. അതായത് നീതി ആയോഗിന്റെ മാതൃകയിൽ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാണ്? ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന പദ്ധതി. അപ്പം നീതി ആയോഗിന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളും സജ്ജമാക്കുന്ന പുതിയ പദ്ധതിയാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ പദ്ധതി. നെറ്റ് സീറോ എമിഷൻ പദ്ധതി. അപ്പൊ കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി വിളർച്ചാമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിവ കേരളം. വിവ കേരളം. അപ്പൊ വിളർച്ചാമുക്ത കേരളത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിവ കേരളം എന്ന പദ്ധതി. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറയാം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നതാണ് എന്ത്? വിവ എന്ന് പറയുന്നത്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നതാണ് എന്ത്? വിവ കേരളം പദ്ധതി എന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ്? വിളർച്ചാമുക്ത കേരളത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം പദ്ധതി. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞ അതിൻ്റെ സ്ലോഗനാണ് ഈ കൊടുത്തിരിക്കുന്നത്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നതാണ് പദ്ധതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സന്തോഷം ഗ്രാമം. സന്തോഷം ഗ്രാമം. അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? സന്തോഷം ഗ്രാമം എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി വൈജ്ഞാനിക മേഖലയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും സാമൂഹിക നീതിക്ഷേമ വകുപ്പും ചേർന്ന് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് എന്ന പദ്ധതി. പ്രൈഡ് എന്ന് പറയുന്ന പദ്ധതി വൈജ്ഞാനിക മേഖലയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും അതേപോലെ തന്നെ സാമൂഹിക നീതിക്ഷേമ വകുപ്പും ചേർന്ന് അവതരിപ്പിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് യജ്ഞം എന്ന പദ്ധതി. യജ്ഞം എന്ന പദ്ധതി പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ട് അല്ലെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? യജ്ഞം എന്ന പദ്ധതി.
അപ്പം ഇനി അടുത്തത് കെ ഫോൺ ആണ്. കെ ഫോൺ എന്ന പദ്ധതി നമുക്കറിയാം, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്സ് എന്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനമുള്ള ഏക സംസ്ഥാനമായിട്ടാണ് കേരളം മാറി. ഇനി കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ജൂൺ 5-ാം തീയതിയാണെന്ന് ഓർത്തിരിക്കുക. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. 2023 ജൂൺ 5-ാം തീയതിയാണ് കെ ഫോണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ഇനി മത്സ്യത്തിൽ മായം കലർത്തുന്നത് കണ്ടെത്തുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ. ഓപ്പറേഷൻ മത്സ്യ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൽ എന്തെങ്കിലും മായം കലർത്തുന്നത് കണ്ടുപിടിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ മത്സ്യ എന്ന പദ്ധതി. ഇനി കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്നതിന് ഓപ്പറേഷൻ കൺവിക്ഷൻ എന്ന പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഓപ്പറേഷൻ കൺവിക്ഷൻ എന്ന പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത്, ഓപ്പറേഷൻ കൺവിക്ഷൻ എന്ന പദ്ധതി. ഇനി കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് മിഷൻ വാത്സല്യ എന്ന പദ്ധതി. അപ്പോൾ കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് മിഷൻ വാത്സല്യ എന്ന പദ്ധതി. ഇനി കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനമാണ് ബീഹാർ എന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് റൈനോ ടാസ്ക് ഫോഴ്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സമുദ്ര പര്യവേഷണം, സമുദ്ര വിഭവങ്ങൾ കണ്ടെത്തൽ എന്നീ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സമുദ്രയാൻ. സമുദ്രയാൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സമുദ്ര പര്യവേക്ഷണം അതേപോലെ സമുദ്ര വിഭവങ്ങൾ കണ്ടെത്തൽ എന്നീ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സമുദ്രയാൻ എന്ന പദ്ധതി. ഇനി സംസ്ഥാനത്തെ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഉജ്ജീവനം. ഉജ്ജീവനം എന്ന പദ്ധതി സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ഉജ്ജീവനം എന്ന പദ്ധതി. ഇനി വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ എന്ന പദ്ധതി. വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്താൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രേരണ എന്ന പദ്ധതി. പ്രേരണ എന്ന പദ്ധതി. ഇനി ചെറുകിട കർഷകർക്കും അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ സംരംഭകർക്കും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതികൾ അവലംബിച്ച് കൃഷിയിലും അനുബന്ധ മേഖലയിലും നിക്ഷേപം നടത്താൻ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേര എന്ന പദ്ധതി. കേര എന്ന പദ്ധതി. ഇനി ലോകബാങ്ക് സഹായത്തോടെയാണ് കേരള കാർഷിക കാലാവസ്ഥാ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി ആയ കേര ചെയ്യുന്നത് നടപ്പാക്കുന്നത്. എന്തിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ ലോകബാങ്കിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി കൃഷിയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട കർഷകരുടെ ഉൽപ്പന്ന വിപണനം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയിലെ കാലാവസ്ഥ പ്രതിരോധവും ലഘൂകരണവും അതുപോലെ തന്നെ ചെറുകിട കർഷകരുടെ ഉൽപ്പന്ന വിപണനവും വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത പദ്ധതിയാണ് ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ആളുകൾക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം എന്ന പദ്ധതി. പ്രാപ്യം എന്ന പദ്ധതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാൻ അതേപോലെ തന്നെ ശ്രവണശേഷി ഒന്നും ഇല്ലാത്ത ആളുകളുമായിട്ട് സഹായിക്കാൻ പോകുന്ന അല്ലെ രക്ഷാപ്രവർത്തകർക്ക് ചെയ്യാനായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം എന്ന പദ്ധതി. ആരാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണെന്ന് ഓർത്തിരിക്കുക. സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ
അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് എന്ന പദ്ധതി. സേഫ് റോഡ് എന്താണ്? കുട്ടികൾക്ക് സേഫായിട്ട് നടക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത് സേഫ് റോഡ് എന്ന് ഓർത്തിരിക്കുക. ഇനി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററും കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സേഫ് റോഡ് എന്ന പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി രാജ്യത്തെ 1 കോടി വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ 1 കോടി വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പ്രധാനമന്ത്രി സൂര്യോദയ യോജന 1 കോടി വീടുകളിൽ സോളാർ പാനൽ അതാണ് ആ പദ്ധതി. ഇനി പാവപ്പെട്ടവരുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏകാരോഗ്യം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അതുപോലെ തന്നെ സസ്യങ്ങളുടെയും എല്ലാവരുടെയും ആരോഗ്യം സമഗ്രമായ ആരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏക ആരോഗ്യം. ഈ 3 കാറ്റഗറിയും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്ത് അവരുടെ ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ് ഏത്? ഏക ആരോഗ്യം പദ്ധതി. ഇനി സംസ്ഥാനത്ത് കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് സ്പർശ്. എന്താണ്? സ്പർശ്. അപ്പോൾ സംസ്ഥാനത്ത് കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് സ്പർശ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ലെപ്രസി അവയർനെസ് ക്യാമ്പയിനാണ്. ടച്ചിങ് ലീവ്സ് ഓഫ് പേഴ്സൺ അഫക്റ്റഡ് ബൈ ലെപ്രസി. അപ്പോൾ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് സ്പർശ് എന്ന് ഓർത്തിരിക്കുക. ഇനി ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി. അപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് സ്നേഹഹസ്തം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഓർത്തിരിക്കുക. അപ്പം സ്നേഹഹസ്തം പദ്ധതി എന്താണ്? ആരോഗ്യ മിഷൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ എന്ത് ചെയ്യുക? ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. അപ്പോൾ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതേപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇവരുടെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു ഇതിലാണ് സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹാരാമങ്ങൾ എന്ന പദ്ധതി. അപ്പോൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന നാഷണൽ സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് നമ്മുടെ സ്നേഹാരാമങ്ങൾ എന്ന പദ്ധതി. മാലിന്യം വലിച്ചെറിയുന്നത് തടയുക, വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക, ശുചിത്വത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് പ്രധാനമായിട്ടും ഉള്ളത്. മാലിന്യം വലിച്ചെറിയുന്നത് തടയുക, അതേപോലെ തന്നെ വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക, ശുചിത്വത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക. ഇത്രയുമാണ് ഈ പദ്ധതിക്കുള്ള പ്രധാന ലക്ഷ്യങ്ങളെന്ന് ഓർത്തിരിക്കുക. ഇനി പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ലഹരി വിമുക്ത തീരം. അപ്പോൾ തീരദേശങ്ങളിൽ നടത്തുന്ന പദ്ധതിയാണ് ലഹരി വിമുക്ത തീരം എന്ന് പറയുന്നത്. പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ലഹരി വിമുക്ത തീരം എന്ന പദ്ധതി. ഇനി മയക്കുമരുന്നിനെ കുറിച്ച് അവബോധം നൽകുക, ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റവും വ്യാപനവും ഒഴിവാക്കുക, യുവാക്കളിലും കുട്ടികളിലും ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം ഇല്ലാതാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പം പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ലഹരി വിമുക്ത തീരം എന്ന പദ്ധതി. വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണെന്ന് ഓർത്തിരിക്കുക.
വനമിത്ര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അത് ഏത് സംസ്ഥാനമാണ്? ഹരിയാനയിലാണ് ആരംഭിച്ചത്. വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനമിത്ര എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഇനി ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് ലഞ്ച് ബെൽ. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്, കുടുംബശ്രീ ആയതുകൊണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങൾ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. ലഞ്ച് ബെൽ. ഇനി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. സഹജീവനം സ്നേഹഗ്രാമം. അപ്പോൾ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സജ്ജം. സഹജീവനം സ്നേഹഗ്രാമം 1ാം ഘട്ടം ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എന്നുള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് സഹജീവനം സ്നേഹഗ്രാമം എന്ന ഈ ഗ്രാമം. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് ജ്വാല 2 എന്ന് പറയുന്നത്. അപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് എന്ത് ചെയ്തത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്ന സെൽഫ് ഡിഫെൻസിനുള്ള പരിശീലന പരിപാടിയാണ് ജ്വാല എന്ന് പറയുന്നത്. ജ്വാല 2 എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസിനുള്ള പരിശീലനമാണെന്ന് ഓർത്തിരിക്കുക. ഇനി വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹാരിയർ എന്ന പദ്ധതി. വന കുറ്റകൃത്യങ്ങൾ തടയുന്നത് സംസ്ഥാന വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ഹാരിയർ എന്ന പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി നീതിന്യായ വകുപ്പും അതുപോലെ തന്നെ ഡിജിറ്റൽ സേവാ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൊബൈലിലൂടെ പൊതുജനങ്ങൾക്ക് സൗജന്യ നിയമോപദേശം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ടെലിലോ പദ്ധതി. ഫോണിലൂടെ നിയമോപദേശം നൽകുന്ന പദ്ധതിയാണ് ഇത് ടെലിലോ പദ്ധതി. ആരൊക്കെ ചേർന്നാണ്? നീതിന്യായ വകുപ്പും അതേപോലെ തന്നെ ഡിജിറ്റൽ സേവാ കേന്ദ്രം ചേർന്നാണ് നമ്മുടെ ടെലിലോ പദ്ധതി നടപ്പിലാക്കുന്നത്. ഫോണിലൂടെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി നിയമസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ടെലിലോ പദ്ധതി. ഇനി വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പദ്ധതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും അതേപോലെ തന്നെ വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? മധുരം എന്ന പദ്ധതി. പേരും ആ പദ്ധതിയുടെ ലക്ഷ്യമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ മധുരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കരുത്. വയോജന സൗഹൃദ അന്തരീക്ഷവും അതേപോലെ വയോജനങ്ങളുടെ മാനസികാരോഗ്യം ലക്ഷ്യമിട്ട പദ്ധതിയാണ് ഏത്? മധുരം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇനി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതിയാണ് ഏത്? ബ്ലൈൻഡ് സൈറ്റ് എന്ന പദ്ധതി. ബ്ലൈൻഡ് സൈറ്റ് എന്ന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്സ് എന്നാണ് ഇലോൺ മസ്കിൻ്റെ ഇതിൻ്റെ പേര്. അപ്പം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതിയാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത്. എയിംസ് ടു റീസ്റ്റോർ വിഷൻ ഇൻ ദ ബ്ലൈൻഡ്. ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ്. അപ്പം എലോൺ മസ്കിൻ്റെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്കിൻ ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൈൻഡ് സൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ബ്ലൈൻഡ് സൈറ്റ്. ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലാൻഡറും റോവറും അയച്ച് പഠനങ്ങൾ നടത്തുക, അതേപോലെ തന്നെ ചന്ദ്രനിലെ പാറ കഷ്ണങ്ങളും മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിൽ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഇന്ത്യയും ജപ്പാനും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന പദ്ധതി. ഏത് രാജ്യങ്ങൾ ചേർന്നാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള പദ്ധതിയാണ് പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന പദ്ധതി. അപ്പോൾ എന്തിനാണ് ഇത് നടത്തുന്നത് ചോദിച്ചാൽ റോബോട്ട് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലാൻഡറും റോവറും അയച്ചിട്ട് പഠനങ്ങൾ നടത്താനും ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ ശാസ്ത്രീയ പഠനത്തിനായിട്ട് ഭൂമിയിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ആരൊക്കെ ചേർന്ന്? ഇന്ത്യയും ജപ്പാനും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന പദ്ധതി. ഏത് രാജ്യങ്ങൾ ചേർന്നിട്ടാണെന്ന് ചോദിക്കാം. ഇന്ത്യയും ജപ്പാനും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി
ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ബന്ധു എന്ന പദ്ധതി. ബന്ധു. അപ്പം തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും ചെന്നിട്ട് എന്ത് ചെയ്യും? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ബന്ധു എന്ന പദ്ധതി. ഇനി ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കൊച്ചി റിഫൈനറിയും സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന NGOയും ചേർന്നാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബന്ധു എന്ന പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടത്തുന്ന പദ്ധതിയാണ് മലയാള മധുരം. മലയാള മധുരം എന്ന പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച സാധ്യമാക്കുക എന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത പദ്ധതിയാണ് ഏത്? നമ്മുടെ മലയാള മധുരം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. മലയാള മധുരം പദ്ധതി എന്തിനാണ്? 1-2 ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മുടെ സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ പദ്ധതികളുടെ പേരും അതിൻ്റെ ലക്ഷ്യങ്ങളും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.